മൈൽ സ്റ്റോൺ മേക്കേഴ്സ് എന്ന യൂട്യൂബ് ചാനലിന് വേണ്ടി രേണു സുധിയെ അഭിമുഖം ചെയ്തത് ശാരികയായിരുന്നു. അഭിമുഖത്തിലെ രണ്ടുപേരുടെയും ശരീരഭാഷ വലിയ തോതിൽ ചർച്ചയായി മാറിയിട്ടുണ്ടായിരുന്നു. അഹങ്കാരത്തോടെയുള്ള അവതാരകയുടെ ചോദ്യങ്ങൾ ഒട്ടും ശരിയായിട്ടില്ല എന്നാണ് ഭൂരിപക്ഷം ആളുകളും അഭിപ്രായപ്പെട്ടത്. ഇരുവരും തമ്മിലുള്ള നാടകമാണിതെന്ന മട്ടിലുള്ള ചർച്ചകളും പക്ഷേ ഫേസ്ബുക്കിൽ അടക്കം നടക്കുന്നുമുണ്ട്. ഇതിൽ മണ്ടന്മാരായത് പ്രേക്ഷകരാണെന്നും സോഷ്യൽ മീഡിയയിൽ കൂടി വിമർശനം ഉയർന്നു വരുന്നുണ്ട്. സുധി ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ താങ്കളെ ഡിവോഴ്സ് ചെയ്യില്ലായിരുന്നോ എന്നായിരുന്നു അഭിമുഖത്തിൽ അവതാരക ചോദിച്ച ഒരു ചോദ്യം. ഇത്തരം ചോദ്യങ്ങൾക്കെതിരെ കടുത്ത വിമർശനങ്ങളാണ് ഉയർന്നു വരുന്നത്. എന്നാൽ പക്ഷേ അതോടൊപ്പം തന്നെ കുറിക്കൊള്ളുന്ന മറുപടികൾ അവതാരകയ്ക്ക് നൽകിയ രേണു സുധിയെ പിന്തുണയ്ക്കുന്ന ആളുകളുടെ എണ്ണവും വർദ്ധിച്ചിട്ടുണ്ട്. അങ്ങേയറ്റം അറപ്പ് തോന്നുന്ന അഭിമുഖം എന്നാണ് പലരും യൂട്യൂബ് ചാനലിലെ അഭിമുഖത്തിന്റെ വീഡിയോയ്ക്ക് കീഴിൽ കമന്റുകളിലൂടെ കുറിച്ചിരിക്കുന്നത്. ഒറ്റയടിക്ക് രേണുവിനെ വിമർശിച്ചിരുന്ന ആളുകൾ മൊത്തത്തിൽ അവരെ അങ്ങ് പിന്തുണയ്ക്കുകയായിരുന്നു. ഈ ഒരു അഭിമുഖം വിവാദമായതിനു പിന്നാലെ വിശദീകരണവുമായി അവതാരക ശാരികയും രംഗത്ത് വന്നിരുന്നു. താനും രേണുവും തമ്മിൽ യാതൊരു വിധത്തിലുള്ള ശത്രുതകൾ ഇല്ല എന്നും രേണുവിന്റെ പൂർണ്ണ അനുമതിയോടുകൂടി തന്നെയാണ് അത്തരത്തിൽ ചോദ്യങ്ങൾ ചോദിച്ചതെന്നുമാണ് ശാരിക ഈ ഒരു വീഡിയോയിലൂടെ വ്യക്തമാക്കുന്നത്. തന്നിലൂടെ രേണു സുധിക്ക് പിന്തുണ വർദ്ധിച്ചതിൽ തനിക്ക് സന്തോഷമുണ്ടെന്നും അവതാരക പറയുന്നുണ്ടായിരുന്നു. ഇപ്പോഴിതാ വീണ്ടും ഇരുവരും തമ്മിലുള്ള നാടകമാണിതെന്ന മട്ടിലുള്ള ചർച്ചകളും ഫേസ്ബുക്കിൽ നടക്കുകയാണ്. രേണുവും ശാരികയും ചാനലും ചേർന്ന് റീച്ച് ഉണ്ടാക്കുവാൻ കളിച്ചൊരു ഡ്രാമ മാത്രമാണിതെന്നാണ് ചിലർ ആരോപിക്കുന്നത്. തനിക്ക് പിന്തുണ ലഭിക്കുമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് രേണു സുധി ഇത്തരത്തിൽ ചോദ്യങ്ങൾ ചോദിക്കണമെന്ന് അവതാരകയോട് ആവശ്യപ്പെട്ടത്. ഇങ്ങനെ പോവുകയാണ് വീഡിയോയ്ക്ക് കീഴിൽ വരുന്ന കമന്റുകൾ. ഇതിൽ തന്നെ ശ്രീലക്ഷ്മി അജേഷ് എന്ന ഫേസ്ബുക്ക് അക്കൗണ്ടിൽ വന്ന ഒരു കുറിപ്പുമേറെ ശ്രദ്ധേയമാകുന്നുണ്ട്. രേണു സുധി ഒരു പൊട്ടിപ്പെണ്ണല്ല, അതിബുദ്ധിയുള്ള ഒരു സ്ത്രീയാണെന്നാണ് ശ്രീലക്ഷ്മി കുറിക്കുന്നത്. ശാരിക എന്ന ആങ്കറിന്റെ പ്രോഗ്രാംസ് തനിക്ക് ഇഷ്ടമല്ല. അഹങ്കാരം നിറഞ്ഞതും ഗസ്റ്റിനെ അപമാനിക്കുന്ന തരത്തിലുമുള്ള പ്രോഗ്രാംസ് ആയിട്ടാണ് തനിക്ക് തോന്നാറുള്ളത്. അത് കാണാൻ ആളുകൾ ഉള്ളത് കൊണ്ടാണല്ലോ ചാനലുകൾ അവരെ വിളിക്കുന്നതെന്നും എന്നാൽ പക്ഷേ തന്റെ ടേസ്റ്റ് അതല്ലാത്തത് കൊണ്ട് മാത്രം താനത് കാണാറില്ല എന്നുമാണ് ശ്രീലക്ഷ്മി കുറിക്കുന്നത്. എന്നാൽ പക്ഷേ രേണു സുധിയുമായിട്ടുള്ള ശാരികയുടെ ഇന്റർവ്യൂ താൻ കാണാനിടയാകുന്നു. രേണു സുധിയോടുള്ള ഓരോ ചോദ്യങ്ങളിലും രണ്ടുപേരുടെയും ബോഡി ലാംഗ്വേജ് കാണുമ്പോൾ ആദ്യം തനിക്ക് തോന്നിയിരുന്നത് രേണുവിനെ അവർ അപമാനിക്കുന്നതായിട്ടാണ്. എന്നാൽ ഇന്നിപ്പോൾ ശാരിക പറയുന്നത് രേണു സുധിയുടെ ഇന്റർവ്യൂവിലെ എല്ലാ ചോദ്യങ്ങളും രേണുവിന്റെ സമ്മതത്തോടെ രേണു പറഞ്ഞ ടോണിലാണ് ചോദിച്ചതെന്നാണ്. അതായത് രേണുവിനിപ്പോൾ ഒരു പോസിറ്റീവ് ഇമേജ് ഉണ്ടായിരിക്കുന്നു എന്നർത്ഥം. രേണുവിന്റെ റീൽസ് കണ്ട് തെറി പറഞ്ഞിട്ടും മതിയാകാതെ അതിനെ നോക്കി കൊഞ്ഞനം കുത്തി കാണിച്ചവർ വരെ ശാരികയെ തെറി പറഞ്ഞ് രേണുവിനെ മിടുക്കിയാക്കുന്നുവെന്നും ശ്രീലക്ഷ്മി കുറിക്കുന്നുണ്ട്. ക്ഷമയുടെ നിറകുടമാക്കുന്നു, അവരെ ബോൾഡാക്കുന്നു. തനിക്കറിയില്ല ചാന്ത് കുടഞ്ഞ രേണു ഇപ്പോൾ ആരായെന്നും ശ്രീലക്ഷ്മി കുറിക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ ശാരികയുടെ ചാനലിൽ പുള്ളിക്കാരിയിട്ട വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കുന്നത് അതൊരു പ്രാങ്ക് ആണെന്നാണ്. രേണുവും ശാരികയും ആ ചാനലും ചേർന്ന് റീച്ച് ഉണ്ടാക്കുവാൻ കളിച്ചൊരു ഡ്രാമ. ഇത് കണ്ട് രോഷം കൊണ്ട പ്രേക്ഷകരോ ശശിയായിരിക്കുന്നു, അതും പാലാരിവട്ടം ശശിയായിരിക്കുന്നുവെന്നും ശ്രീലക്ഷ്മി കുറിക്കുന്നുണ്ട്. രേണുവും ശാരികയും കാശ് വാങ്ങി അങ്ങ് വീട്ടിലെത്തി. നമ്മളിവിടെ അതും സംസാരിച്ച് ഇരിക്കുകയാണ്. ഇതിൽ നിന്നും മനസ്സിലാക്കുവാൻ ഒന്നേ ഉള്ളൂ, ഈ ചാനലുകളിൽ വരുന്ന ഒന്നും വിശ്വസിക്കുവാൻ പാടില്ല എന്നല്ലേ. ഇതായിരുന്നു ശ്രീലക്ഷ്മി അജേഷിന്റെ കുറിപ്പ്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.